ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഓണം സ്പെഷ്യലായിട്ട് ഒരു അടിപൊളി പായസത്തിൻ്റെ റെസിപ്പി ആട്ടോ കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ നന്നായിട്ട് പഴുത്തിട്ടുള്ള 2 വലിയ നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 1/2 കിലോ ഒക്കെ ഉണ്ടാവും. പായസത്തിന് വേണ്ടി പഴം എടുക്കുമ്പോൾ നന്നായിട്ട് പഴുത്ത പഴം തന്നെ എടുക്കണം, അപ്പോഴാണ് പായസം ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഈ പഴം നമുക്കൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഒരു ഇഡ്ഡലി ചെമ്പിലോ അല്ലെങ്കിൽ ഒരു സ്റ്റീമറിലോ കുറച്ച് വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഈ പഴം ഒന്ന് കഷ്ണങ്ങളാക്കിയിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കാം. അതിന് ശേഷം അത് അടച്ചു വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഇനി നമ്മൾ അതുപോലെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 1/4 കപ്പ് ചെറുപയർ പരിപ്പ് ഇട്ട് കൊടുക്കാം. നമ്മൾ പരിപ്പ് പായസത്തിനൊക്കെ വേണ്ടി എടുക്കുന്ന പരിപ്പുണ്ടല്ലോ, ചെറിയ സൈസിലുള്ള പരിപ്പ്, അതൊരു 1/4 കപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ആ പരിപ്പ് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഏകദേശം ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ നന്നായിട്ട് വറുത്തെടുക്കുക. ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വറുത്തെടുത്താൽ മതി. നെയ്യൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ പരിപ്പ് നന്നായിട്ട് വറവായി വന്നിട്ടുണ്ട്. ഈ ഒരു കളറിൽ വറുത്തെടുക്കുക, ഇത്രയും മതി. വറുത്ത് കഴിഞ്ഞ് പിന്നെ നമ്മളിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം. എന്നിട്ട് നന്നായിട്ട് ചൂടാറി കഴിയുമ്പോൾ ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം അത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. വേവിക്കാൻ വേണ്ടിയിട്ട് ഏകദേശം 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുക. പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ടാവണം. വിസിലിൻ്റെ എണ്ണം പറയണില്ല, ഓരോ കുക്കറിനും വിസിലിന് വ്യത്യാസം ഉണ്ടാവും. നന്നായിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന ആ പഴം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അതൊന്ന് ചൂടാറി കഴിയുമ്പോൾ അതിൻ്റെ തോലും ഉള്ളിലുള്ള ആ കുരും നാരൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം അത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക. അരയ്ക്കുമ്പോൾ വെള്ളം ആവശ്യമാണെങ്കിൽ 1-2 സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. ഇതുപോലെ നല്ല ഫൈനായിട്ട് വേണം അരച്ചെടുക്കാൻ. ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഈ പായസത്തിന് വേണ്ടിയിട്ട് നമുക്ക് ശർക്കര വേണം. അപ്പോൾ ഒരു 250 ഗ്രാം ശർക്കര 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുത്തിട്ടുണ്ട്. നല്ല കളറുള്ള ശർക്കര എടുക്കുകയാണെങ്കിൽ പായസത്തിന് നല്ല കളറ് കിട്ടും. പിന്നെ വേണ്ടത് നാളികേരപ്പാലാണ്. അപ്പോൾ നമ്മളിതിന് വേണ്ടിയിട്ട് 1.5 കപ്പ് ഒന്നാം പാലും 3 കപ്പ് രണ്ടാം പാലുമാണ് എടുത്തിട്ടുള്ളത്. 4 കപ്പ് നാളികേരമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിലൊരു 3/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് 1.5 കപ്പ് വരെ ഒന്നാം പാൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ സെയിം നാളികേരത്തിൽ 3 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് 3 കപ്പ് രണ്ടാം പാലും എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ പരിപ്പും നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് അങ്ങോട്ട് വെന്തുടഞ്ഞു പോകാൻ പാടില്ല. പായസം കഴിക്കുമ്പോൾ നമുക്ക് പരിപ്പ് ഇടയിൽ ഇങ്ങനെ കടിക്കാനായിട്ട് കിട്ടണം. അപ്പോൾ ഈ ഒരു പരുവത്തിൽ വേവിച്ചെടുത്താൽ മതി. എന്നിട്ട് പരിപ്പ് വേവിച്ചതിന് ശേഷം അതിൽ അടിയിൽ വെള്ളം ഉണ്ടെങ്കിൽ അതൊന്ന് വറ്റിച്ചിട്ട് എടുത്താൽ മതി. ഇനി ഇത് പായസമാക്കാൻ വേണ്ടിയിട്ട് ഒരു അടി കട്ടിയുള്ള പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യിൻ്റെ അളവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഇത് നോൺ സ്റ്റിക്ക് പാത്രം ആയതുകൊണ്ട് ഒരുപാട് നെയ്യ് ആവശ്യമില്ല. നെയ്യ് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ പഴം ചേർത്ത് കൊടുക്കാം. പഴം ചേർത്ത് കൊടുത്തിട്ട് അത് നന്നായിട്ട് വരട്ടിയെടുക്കുക. പഴത്തിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോകുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ പഴത്തിലെ വെള്ളത്തിൻ്റെ അംശമൊക്കെ മാറി പഴം ഇതുപോലെ ഒന്ന് വരട്ടിയെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ആ ചെറുപയർ പരിപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ആ പഴവും പരിപ്പും ഒന്ന് യോജിക്കുന്ന രീതിയിൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. പഴവും പരിപ്പും നന്നായിട്ട് യോജിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് നമുക്ക് നമ്മൾ ഉരുക്കി വെച്ചിട്ടുള്ള ആ ശർക്കര ചേർത്ത് കൊടുക്കാം. ശർക്കര ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇളക്കിയെടുക്കാം. പഴവും പരിപ്പും ആ ശർക്കരയിൽ നന്നായിട്ട് യോജിച്ച് വരണം, അതുവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ശർക്കരപ്പാനി ആ പഴവും പരിപ്പൊക്കെ ആയിട്ട് നന്നായിട്ട് ഇതുപോലെ യോജിച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ അത് വരട്ടിയെടുക്കാൻ. ഈ സമയത്തും വേണമെങ്കിൽ നമുക്കിതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. ശർക്കരയിൽ വരട്ടിയെടുക്കുമ്പോൾ ഇതുപോലെ വേണം നമ്മൾ വരട്ടിയെടുക്കാൻ. അതിനുശേഷം പിന്നെ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ആ 3 കപ്പ് നാളികേരത്തിൻ്റെ രണ്ടാം പാല് ചേർത്ത് കൊടുക്കാം. അതൊരു 2 പ്രാവശ്യമായിട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ മിക്സ് ആയിക്കോളും. അതിനുശേഷം അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. എന്നിട്ട് ആ പാല് നന്നായി വെന്ത് അതിൽ നന്നായിട്ട് യോജിച്ച് വരണം. ആ പഴവും പരിപ്പുമായിട്ട് നന്നായിട്ട് യോജിച്ച് വരണം, അതുവരെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ എടുക്കും. പെട്ടെന്നായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ചെയ്യരുത്. അങ്ങനെയാകുമ്പോൾ പായസത്തിന് കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് കിട്ടില്ല. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ ആ നാളികേരപ്പാൽ അതിൽ നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമ്മളിത് ഇളക്കിയെടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് നാളികേരത്തിൻ്റെ ഒന്നാം പാല് ചേർക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ പായസം കുറച്ചൊന്ന് കുറുകിയ രീതിയിലാണ് ഉണ്ടാവുക.
അപ്പോൾ നമുക്ക് കുറച്ച് ലൂസായിട്ട് വേണമെങ്കിൽ ഇത്രയ്ക്ക് തന്നെ അങ്ങോട്ട് ഇളക്കിയെടുക്കണം എന്നില്ല. കുറച്ചും കൂടി മുൻപായിട്ട് തന്നെ ഒന്നാം പാല് ചേർക്കാം. അപ്പോൾ എടുത്തു വെച്ചിട്ടുള്ള ആ 1.5 കപ്പ് ഒന്നാം പാല് ചേർത്ത് കൊടുക്കാം. ഒന്നാം പാല് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ പായസം തിളയ്ക്കാൻ പാടില്ല, നന്നായിട്ടൊന്ന് ചൂടായി വന്നാൽ മാത്രം മതി. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി അതിലേക്ക് നമുക്ക് പായസത്തിന് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ തന്നെ ചുക്ക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഏലക്കപ്പൊടി നമ്മൾ ഏലക്കും പഞ്ചസാരയും കൂടി ചേർത്തിട്ടാണ് 1/2 ടീസ്പൂൺ എടുത്തിട്ടുള്ളത്. ഈ പൊടികളൊക്കെ നമ്മൾ പായസത്തിൽ എപ്പോഴും അവസാനം ചേർത്ത് കൊടുക്കുകയാണ് നല്ലത്. അപ്പോഴാണ് പായസത്തിന് ആ ഫ്ലേവർ നന്നായിട്ട് കിട്ടുള്ളൂ. പിന്നെ അതിൽ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതിനുശേഷം പിന്നെ അവസാനം നെയ്യിൽ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ്, മുന്തിരി, നാളികേരക്കൊത്ത് അതൊക്കെ ചേർത്ത് കൊടുക്കാം. അതൊക്കെ നമുക്ക് എത്രയാണോ വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് നെയ്യിൽ മൂപ്പിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. നെയ്യോട് കൂടിയിട്ട് തന്നെ ചേർക്കാം. ഇപ്പോൾ നമ്മുടെ പഴവും പരിപ്പും കൂടിയിട്ടുള്ള ഒരു അടിപൊളി പ്രഥമൻ റെഡി ആയിട്ടുണ്ട്. പഴത്തിൻ്റെ ആ ഒരു ടേസ്റ്റും പിന്നെ പരിപ്പും കൂടിയിട്ടാകുമ്പോൾ നല്ല ടേസ്റ്റാണ്. പരിപ്പടയിൽ ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇത് ഒരുപാടൊന്നും ഉണ്ടാവില്ല കേട്ടോ, നമ്മളിത് ചെറിയൊരു അളവിലാണ് കാണിച്ചിട്ടുള്ളൂ. ഒരു 4-5 പേർക്കൊക്കെ കഴിക്കാം, അത്രയാണ് ഉണ്ടാവുള്ളൂ. ചെറിയ ചൂടോട് കൂടിയിട്ടോ തണുപ്പിച്ചിട്ടോ ഒക്കെ കഴിക്കാം. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പഴവും പരിപ്പും കൂടിയിട്ട് ഇതുപോലെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്സ് ഒക്കെ മറക്കാതെ അറിയിക്കുക. പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് ഇനി വീണ്ടും കാണാം. താങ്ക്